Hello and welcome back. In our previous sessions, we saw how to operate with lists. In this session, we'll be looking at some more advanced concepts in lists. Mainly, we'll be looking at list comprehensions and nested lists. List comprehension it's a more compact way of creating new lists. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് ഐറ്റംസിനെ എടുത്ത് എന്തെങ്കിലും ഒരു ഫിൽറ്ററിന്റെ ബേസിസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടോ ഒരു പുതിയ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും ഈ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. സോ ദ ബേസിക് സ്ട്രക്ചർ ഫോർ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വിൽ ബി ആസ് ഫോളോസ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ന്യൂ ലിസ്റ്റ് ദാറ്റ് വിൽ ബി ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ന്യൂ ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ്സ് the expression for item in list if condition. ഇതായിരിക്കും അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. We'll go through each of these elements. നിങ്ങൾ പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നത്. ആ ലിസ്റ്റിലെ ഓരോ ഐറ്റംസും നമ്മൾ ഐട്രേറ്റ് ചെയ്യാനാണ് ഫോർ ഐറ്റം ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർ ലൂപ്പ് പോലൊരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത്. So we'll take each item from the list. We'll compare it based on some condition. So our condition true aanengil this list allengil this element will be added to the new list. And expression ennu parayunnathu ee element il nammal endengilum modification varuthanengil aa oru modification aayikkum nammal expression il kodukka. So technically nammal ee oru expression nammal ezhuthi kazhiyumbol allengil ee oru statement ezhuthi kazhiyumbol what we will be doing is that nammalde existing list inte agathu vanna oro elements nammal eduthu aa element edineyum oru condition fulfill cheyyunnundo ennu nokkum. If that element fulfills that condition, if the item fulfills the condition, then we'll apply this expression on that element. എന്നിട്ട് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ അതായിരിക്കും നമ്മൾ ന്യൂ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. So the result of this statement will be a new list resulting from evaluating the expression in the context of the for and if clauses which follow it. നമ്മൾ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കോംപ്രിഹെൻഷന്റെ അകത്ത് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നില്ലെങ്കിൽ പഴയ ലിസ്റ്റിലെ എല്ലാ എലിമെന്റ്സും നിങ്ങളുടെ പുതിയ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ഒരു ലിസ്റ്റ് കോംപ്രിഹെൻഷൻ കെൻ ഹാവ് മൾട്ടിപ്പിൾ ഫോർ ലൂപ്സ് ഓർ മൾട്ടിപ്പിൾ നെസ്റ്റഡ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വിൽ ഓൾവേസ് റിട്ടേൺ എ റിസൾട്ട് ലിസ്റ്റ്. ലിസ്റ്റ് കോംപ്രിഹെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഒരു ലിസ്റ്റ് തന്നെയായിരിക്കും. സോ വിൽ ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. ഇവിടെ ഐ എം ഷോയിങ് യു ദി ലൂപ്പ് ആൻഡ് ആ ലൂപ്പിൽ നമുക്ക് എങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് കോംപ്രിഹെൻഷൻ ആയിട്ട് എഴുതാം എന്നുള്ളതായിരിക്കും ഞാൻ കാണിക്കുന്നത്. നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷനിൽ ചെയ്യുന്ന അതേ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടും അച്ചീവ് ചെയ്യാം. സോ ഇൻ ദിസ് എക്സാമ്പിൾ on the right hand side നിങ്ങൾക്ക് കാണാം ഐ ഹാവ് എ ലിസ്റ്റ് 1. ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിന്റെ അകത്ത് ഐ ഹാവ് 5 എലിമെന്റ്സ് 23, 54, 2, 5 and 10. ഈ ലിസ്റ്റിന്റെ അകത്ത് നിന്ന് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റ് കോൾഡ് മൾട്ടിപ്ലൈഡ് ലിസ്റ്റ്. അതിൽ ചെയ്യേണ്ടത് ലിസ്റ്റ് 1ലെ ഓരോ എലിമെന്റും എടുത്തിട്ട് ഐ വാണ്ട് ടു മൾട്ടിപ്ലൈ ബൈ 2. അങ്ങനെ കിട്ടുന്ന വാല്യൂസ് എനിക്ക് മൾട്ടിപ്ലൈഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഇതാണ് എന്റെ പ്രോഗ്രാമിന്റെ പർപ്പസ്. സോ നമ്മളൊരു ലൂപ്പ് ഉപയോഗിച്ച് അത് ചെയ്യുകയാണെങ്കിൽ വിൽ ഫസ്റ്റ് ക്രിയേറ്റ് ലിസ്റ്റ് 1. ഞാനൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് മൾട്ടിപ്ലൈഡ് ലിസ്റ്റ്. അതിലേക്ക് ഐ വാണ്ട് ടു ആഡ് മൈ ന്യൂ നമ്പേഴ്സ്. എന്നിട്ട് ഐ എം റൈറ്റിംഗ് എ ഫോർ ലൂപ്പ് ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 1 മൾട്ടിപ്ലൈഡ് ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് എക്സ് സ്റ്റാർ 2. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ലിസ്റ്റ് 1 എന്ന് പറയുന്ന സീക്വൻസിലെ ഓരോ എലിമെന്റും നമ്മൾ എക്സിലേക്ക് അസൈൻ ചെയ്യും. എന്നിട്ട് എത്ര എലിമെന്റ്സ് ലിസ്റ്റ് 1ലുണ്ടോ അത്രയും വട്ടം എൻ്റെ ഫോർ ലൂപ്പ് റൺ ചെയ്യും. ഓരോ വട്ടം റൺ ചെയ്യുമ്പോഴും ഐ വിൽ ടേക്ക് 1 എലിമെന്റ് ഫ്രം ലിസ്റ്റ് 1, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ടിംഗ് വാല്യൂ ഞാൻ മൾട്ടിപ്ലൈഡ് ലിസ്റ്റിലേക്ക് അപ്പെൻഡ് ചെയ്യും. സോ ദ ഫസ്റ്റ് ടൈം യുവർ ലൂപ്പ് റൺസ് എക്സിന്റെ വാല്യൂ വിൽ ബി 23 and inside my for loop I am writing multiplied list dot append 23 into 2, which means multiplied list le first element will be 46. Second time in the loop run cheyumbo x inde value will be 54. So my second element in multiplied list will be 54 star 2, which is 108. അങ്ങനെ ഞാൻ 5 വട്ടം എൻ്റെ ഫോർ ലൂപ്പ് റൺ ചെയ്യും. എൻ്റെ ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ the multiplied list എന്ന് പറയുന്ന സീക്വൻസിൻ്റെ അകത്ത് my values will be 46, 108, 4, 10 and 20. ഇങ്ങനെയായിരിക്കും ഈ ഒരു ലൂപ്പ് നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. ഇതേ ഒരു കാര്യം തന്നെയാണ് ഞാൻ കോംപ്രിഹെൻഷൻ ഉപയോഗിച്ച് എഴുതുന്നത്.
But when I use a comprehension, these steps എല്ലാം എനിക്ക് combine ചെയ്തിട്ട് compact ആയിട്ട് എഴുതാം. Here I am writing list 1 is equal to 23, 54, 2, 5 and 10 as usual. എന്നിട്ട് I am writing the comprehension form for this particular structure. അതായത് multiplied list is equal to square brackets ന്റെ അകത്ത് ആദ്യം ഞാൻ expression എഴുതുന്നു x star 2 for item in list. ഇവിടെ ഞാൻ condition കൊടുക്കുന്നില്ല because I have to use all the elements of list 1. ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവുന്ന എലിമെന്റ്സ് മാത്രമായിരിക്കും എൻ്റെ പുതിയ ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ എനിക്ക് ലിസ്റ്റ് 1ലെ എല്ലാ എലിമെന്റ്സും മൾട്ടിപ്ലൈഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം, which means I don't have to use an if condition. So here my new list is multiplied list. My expression is x star 2. പിന്നെ for the item is x and my existing list is list 1. Condition ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. So I can skip the if clause. ഈ ഒരു കോംപ്രിഹെൻഷൻ നമ്മൾ റൺ ചെയ്യുമ്പോഴും ഈ ലൂപ്പിന്റെ അതേ റിസൾട്ട് ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യുക. ബിക്കോസ് ഇൻസൈഡ് മൈ കോംപ്രിഹെൻഷൻ ഐ എം സെയിങ് എക്സ് സ്റ്റാർ 2 ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 1. അതായത് ലിസ്റ്റ് 1ലെ ഓരോ എലിമെന്റും എക്സിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ വാല്യൂ അല്ലെങ്കിൽ ആ എലിമെന്റിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ആൻഡ് ദെൻ ആഡ് ഇറ്റ് ടു ദ ന്യൂ ലിസ്റ്റ്. അപ്പം ഈ രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഈ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും മൈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൈ റിസൾട്ടന്റ് ലിസ്റ്റ് മൾട്ടിപ്ലൈഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സീക്വൻസിന്റെ എലിമെന്റ്സ് വിൽ ബി 46, 108, 4, 10 and 20. ഇങ്ങനെയായിരിക്കും നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ റൺ ചെയ്യുക. Now suppose I want to create a program using some condition. നേരത്തെ കേസിൽ നമ്മൾ പഴയ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ എലിമെന്റ്സിനെയും എടുത്തിട്ടാണ് പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. In this case, I am putting some condition. അതായത് I have a list called list 1. അതിൻ്റെ അകത്ത് നിന്ന് ഓഡ് ആയിട്ടുള്ള എലിമെന്റ്സ് മാത്രം, അതായത് ഓഡ് വാല്യൂസ് മാത്രം എനിക്ക് പുതിയൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. So then I have to check some condition. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ലോജിക്ക് ഞാനൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് റൺ ചെയ്യുകയാണെങ്കിൽ the program will look like this. ഏറ്റവും ആദ്യം ഞാൻ ലിസ്റ്റ് 1 ഡിക്ലെയർ ചെയ്യുന്നു. And inside list 1 I have 10 elements 1 to 10. I have my new list which is odd list. അതിലേക്കാണ് എനിക്ക് വാല്യൂസിനെ ആഡ് ചെയ്യേണ്ടത്. Now to iterate through my list I have a for loop for x in list 1. എന്നിട്ട് inside the for loop I am checking if x %2 is equal to 1. അതായത് x odd ആണെങ്കിൽ then I should add that element to the odd list. So ഈ പ്രോഗ്രാം ഞാൻ റൺ ചെയ്യുമ്പോൾ ലിസ്റ്റ് 1ലെ ഓരോ എലിമെന്റും എക്സിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിട്ട് 10 വട്ടം ഈ ഫോർ ലൂപ്പ് നമ്മൾ റൺ ചെയ്യും. So the first time x in the value will be 1. So we are checking 1%2 is equal to 1, which is true. അതായത് 1 odd ആണ്. So I am adding odd list dot append of 1. Second time in the loop run ചെയ്യുമ്പോൾ the value of x will be 2. അതിൻ്റെ അകത്ത് നമ്മൾ if condition check ചെയ്യുമ്പോൾ 2% is not equal to 1. So the condition will be false. 2 എന്ന് പറയുന്ന എലിമെന്റ് ഞാൻ odd ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യില്ല. മൂന്നാമത്തെ വട്ടം when I run my loop x ന്റെ വാല്യൂ 3 ആയിരിക്കും. The if condition will be true and odd list dot append 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പ് 10 ടൈംസ് ആയിരിക്കും റൺ ചെയ്യുക ബിക്കോസ് യുവർ ലിസ്റ്റ് 1 ഹാസ് 10 എലിമെന്റ്സ്. ഇതിൽ പക്ഷേ 5 എലിമെന്റ്സ് മാത്രമേ ഓഡ് ആയിട്ടുള്ളൂ. So your odd list will contain 5 elements which are 1, 3, 5, 7 and 9. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ your odd list will have 5 elements. ഇതേ ഒരു ലോജിക്ക് if I am using a comprehension എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. I have a list 1, അതിൽ 10 elements ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. My comprehensionന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. The new list, അതായത് പുതുതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് odd list എന്നാണ്. So odd list is equal to സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് x will be the expression. ഞാൻ എക്സിന്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഐ എം ഡയറക്ട്ലി പുട്ടിംഗ് ദ സെയിം വാല്യൂ. അപ്പോൾ എക്സ്പ്രഷനിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. എക്സ് എന്ന് തന്നെയായിരിക്കും. ഫോർ ഐറ്റം ഇൻ ലിസ്റ്റ് അതായിരിക്കും ഫോർ എക്സ് ഇൻ ലിസ്റ്റ് 1. ഇവിടെ എനിക്ക് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. സോ അതുകൊണ്ട് ഐ എം ഗിവിംഗ് മൈ ഇഫ് ക്ലോസ് if x%2 is equal to 1. So basically what will happen is that list 1 എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ എലിമെന്റും എക്സിലേക്ക് അസൈൻ ചെയ്യും. We'll run the loop. x odd ആണെങ്കിൽ അതായത് x%2 1 ആണെങ്കിൽ ആ ഒരു എക്സിന്റെ വാല്യൂ വേറെ ചേഞ്ച് ഒന്നും വരുത്താതെ എക്സ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഓഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. സോ ഈ കോംപ്രിഹെൻഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ the output അല്ലെങ്കിൽ the resultant list will be 1, 3, 5, 7 and 9. ഇങ്ങനെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന
ഒരു ലോജിക്ക് തന്നെ കോമ്പാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് കോംപ്രിഹെൻഷൻസ് ഉപയോഗിച്ചിട്ട് അച്ചീവ് ചെയ്യാം. രണ്ടിന്റെയും റിസൾട്ട് വിൽ ബി ദ സെയിം.